ഷാർജയിലെ ഫ്ളാറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ട അതുല്യയെ ഭർത്താവ് സതീഷ് കൊലപ്പെടുത്തുമെന്ന് പറയുന്ന വീഡിയോ സന്ദേശം ന്യൂസ് മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. മദ്യപിച്ച ശേഷം അതുല്യയെ ക്രൂരമായി മർദ്ദിക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ആരെ കാണിക്കാനുള്ള. ഭർത്താവ് സതീഷിനൊപ്പം താമസിച്ചിരുന്ന അതുല്യയെ ഇക്കഴിഞ്ഞ ജൂലൈ 19-നാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. മരണം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അതുല്യ ചിത്രീകരിച്ചതെന്ന് പറയപ്പെടുന്ന ദൃശ്യങ്ങളിലാണ് സതീഷ് കൊലപ്പെടുത്തുമെന്ന് പറയുന്നത്. 10 വർഷം പീഡനം അനുഭവിച്ചെന്നും വീഡിയോയിൽ അതുല്യ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ച എന്നെ അങ്ങ് തീർക്കാൻ പറ്റും? തീർക്ക് എനിക്കും ജീവിക്കണ്ട. ഇത്ര 10 വർഷം ഞാൻ കിടന്ന് അനുഭവിച്ചില്ലേ, അതിൽ കൂടുതൽ ഇനി എന്തുവാ ഇനി അങ്ങോട്ട്? ഷാർജയിലെ ഫ്ളാറ്റിൽ നിരന്തരം മദ്യപാനം, മർദ്ദനം ഇതൊക്കെ വീഡിയോയിൽ ചിത്രീകരിക്കുന്നതിനിടെ മർദ്ദിക്കുന്നതും പുതുതായി വന്ന ദൃശ്യങ്ങളിൽ വ്യക്തം. എന്റെ ദേഹത്ത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞാ ഞാൻ ഇവിടെ ബഹളം വയ്ക്കും. അതുല്യയുടെ മരണം കൊലപാതകമാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. ക്രൂരപീഡനത്തിന്റെ ദൃശ്യങ്ങൾ തെളിവായി കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ഇവ പഴയ ദൃശ്യങ്ങളാണെന്നാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. ചിത്രങ്ങളുടെ ആധികാരികത തെളിയിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ട് ഹാജരാക്കാനും കോടതി പ്രോസിക്യൂഷനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ പ്രതി സതീഷ് ഇടക്കാല മുൻകൂർ ജാമ്യത്തിലാണ്. ഷമീർ അബ്ദുൽ, ന്യൂസ് മലയാളം, കൊല്ലം.